പിന്നെ നമ്മളുടെ KTയുടെ പോർട്ടലിൽ നമുക്ക് മൂക്കോസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് പറഞ്ഞിരുന്നു. അത് ആ ഒരു കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നേരെ ലോഗിൻ ചെയ്തതിന് ശേഷം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ നോൺ KTU എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ കാണിക്കും. അതിൽ ഈ ഒരു കാര്യം ഞാനിപ്പോൾ ഓൾറെഡി ഒന്ന് ചെയ്തുകൊണ്ടാണ്. ഒരു ഫസ്റ്റത്തെ സർട്ടിഫിക്കറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൂക്കിൽ ഒരു സർട്ടിഫിക്കറ്റ് 2 സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുണ്ടാവും. ഓരോ ഇയറിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. നമുക്ക് 2 ഇയറിന് 2 സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ കാണുക. അവിടെ 0 ഐറ്റംസ് ആയിക്കാണ് കാണിക്കുക. ഇവിടെ ലിസ്റ്റുകളൊന്നും കാണിക്കില്ല. പിന്നെ ഈ ഭാഗം ഇതേപോലെ ഉണ്ടാവും. ഈ ആഡൊക്കെ ഉണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2 സർട്ടിഫിക്കറ്റാണ് ശരിക്കും വേണ്ടത്. നമുക്ക് ഒരു ഇയറിൽ 1, രണ്ടാമത്തെ ഇയറിൽ 1 അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ 2 സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ 2 ഇയറിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒന്ന് അപ്ലോഡ് ചെയ്തത് S2ൻ്റെ ഇതിലാണ്, അതായത് ഫസ്റ്റ് ഇയറിൻ്റെ രീതിയിലാണ് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ S2 എന്ന് കൊടുക്കണം. ആദ്യം ഏത് സർട്ടിഫിക്കറ്റ് ആണോ ഏതെങ്കിലും ഒരു ഫസ്റ്റ് മൂക്കിൽ ഏത് സർട്ടിഫിക്കറ്റ് ആണോ കിട്ടിയത് ആ സർട്ടിഫിക്കറ്റ് ഫസ്റ്റത്തെ ഇയറിൻ്റെ രീതിയിൽ കൊടുക്കുക. രണ്ടാമത്തെ കിട്ടിയ സർട്ടിഫിക്കറ്റ് രണ്ടാമത്തെ ഇയറിന് എന്നുള്ള രീതിയിൽ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് കിട്ടിയത് S2 എന്നുള്ള ബേസിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ 22, 23 അങ്ങനത്തെ രീതിയിൽ കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യുക. പിന്നെ S4 എന്ന് പറഞ്ഞ സെമസ്റ്ററിൻ്റെ കീഴിലാണ് കൊടുക്കേണ്ടത്. പിന്നെ S3യിൽ കൊടുക്കാൻ പറ്റില്ല. S3യിൽ കൊടുക്കുമ്പോൾ കുറേ ഇഷ്യൂസ് കാണിക്കണം. അപ്പോൾ S3യിൽ കൊടുക്കാൻ പറ്റില്ല. S2 പിന്നെ S4 ഇങ്ങനെ 2 സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഈ ആഡ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് വരും. ഇതിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ടു എന്നുള്ള ഓപ്ഷനിൽ റെഗുലർ കൊടുക്കുക. റെഗുലർ ബണ്ടിൽ കൊടുക്കുക. അപ്പോൾ ഒന്ന് ലോഡാവും. ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ നോൺ KTU. പിന്നെ അടുത്തത് കോഴ്സിൻ്റെ നെയിമാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പൈത്തൻ്റെ ഒരു ഇത് ആഡ് ചെയ്തുകൊണ്ട് പിന്നെ ചെയ്യാനുള്ളത് ക്ലൗഡിൻ്റെയാണ്. അപ്പോൾ കോഴ്സ് ഇതിന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു 2-3 എണ്ണം, അതായത് ഇപ്പോൾ ഇത് 1, 2, 3 മൂന്നെണ്ണം സെയിം നെയിമിൽ കാണിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് കോഡാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുക. ഇതേപോലെ പൈത്തണ്ടും ആ ഒരു ഇത് കാണിക്കും. പൈത്തൻ്റെ ഇതിലും 2 എണ്ണം കാണിക്കും. അതിൽ ഫസ്റ്റത്തെ സെലക്ട് ചെയ്താൽ മതി. ഇത് സെലക്ട് ചെയ്താൽ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫർ ചെയ്യുന്ന കോഴ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നോക്കിയാൽ മതി. IIT KGP എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തന്നെയാണോ നമ്മൾ ചെയ്തിട്ടുള്ള കോഴ്സിൻ്റെതെന്ന് അറിയാൻ വേണ്ടി സ്വയത്തിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മളുടെ മൈ കോഴ്സസ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു മൈ കോഴ്സസ് എന്നുള്ള ഒരു സെക്ഷനിൽ വരും. അതിൽ കംപ്ലീറ്റഡ് എന്നുള്ള ഒരു സെക്ഷനിൽ പോയാൽ ഇപ്പോൾ പൈത്തൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ ഗോ ടു കോഴ്സ് കൊടുക്കുക. ക്ലൗഡ് ആണെങ്കിൽ ഈ ഒരു ഇത് കൊടുക്കുക. അതിൻ്റെ ഗോ ടു കോഴ്സ് എന്ന് കൊടുക്കുക. അപ്പോൾ അതിലുണ്ടാവും അബൌട്ട് ദ കോഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അല്ല, അബൌട്ട് കോഴ്സ് അല്ല, ഈ ഒരു ഭാഗത്തന്നെ ഈ ഒരാളുടെ താഴത്തന്നെ ഉണ്ടാവും. ആ ഒരു പ്രൊഫസറിൻ്റെ താഴത്തന്നെ ഉണ്ടാവും IIT കാരപ്പൂർ അങ്ങനത്തെ ഒരു സംഭവം. ഇതിൽ KGP എന്ന് പറഞ്ഞത് ഈ ഒരു പ്ലേസിൻ്റെ ഇതായിക്കാണ്ട് ഷോർട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പൈത്തൺ ആണെന്നുണ്ടെങ്കിൽ CHM അങ്ങനെ എന്തോ ഒറ്റൊന്നാണ് വേറെ എന്തോ ഒരു ഇതായിരുന്നു കൊടുത്തിട്ടുള്ളത്. പൈത്തൺ ആകുമ്പോൾ C വെച്ചിട്ടുള്ളൊരു സാധനമായിരുന്നു. ഒരു ചെന്നൈന്നോ അങ്ങനത്തെ ഒരു ബേസ് എന്തോ അങ്ങനത്തെ ഒരു വേറൊരു പേരാണ് വരിക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കാരണം ഈ ഒരു കോഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എവിടെയും കാണിക്കുന്നില്ല. അപ്പോൾ ഈ പിന്നെ ഫസ്റ്റ് കൊടുക്കുന്നത് നമുക്ക് ഫസ്റ്റ് ഏത് സർട്ടിഫിക്കറ്റ് ആണോ കിട്ടിയത് അത് S2ൻ്റെ ഇതിലാണ് കൊടുക്കേണ്ടത്. അതായത് ഫസ്റ്റ് ഞാൻ ചെയ്തത് പൈത്തൺ ആയിരുന്നു. പൈത്തൺ ചെയ്തത് നമ്മൾ ഇയർ കൊടുക്കേണ്ടത് ഫസ്റ്റ് കിട്ടിയ സർട്ടിഫിക്കറ്റിൻ്റെ ഇയർ കൊടുക്കേണ്ടത് ഈ ഒരു ഇതാണ് 2022, 2023 എന്നുള്ള ഇത് കൊടുക്കണം. സെമസ്റ്റർ ആയി കൊടുക്കേണ്ടത് S2 കൊടുക്കണം. പിന്നെ സ്ലോട്ട് ജസ്റ്റ് U അതിനുള്ളൂ. ഈ സംഭവം ഫസ്റ്റത്തെ സർട്ടിഫിക്കറ്റ്, അതായത് ഫസ്റ്റത്തെ മൂക്കത്തെ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ആ ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. രണ്ടാമത്തെ സർട്ടിഫിക്കറ്റിന് വേണ്ടി 2023, 2024 കൊടുക്കണം. അതേപോലെ തന്നെ S4 കൊടുക്കണം. S3 കൊടുത്താൽ വർക്ക് ആവില്ല.
പിന്നെ വി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സ്ലോട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഇതിൻ്റെ കൊടുക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ രണ്ടും, അതായത് രണ്ട് സർട്ടിഫിക്കറ്റും 2 ഇയറിൽ കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത് നമ്മൾ. അപ്പോൾ രണ്ട് ഇയറിനെ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ് കൊടുക്കുന്നത്. കാരണം S3 എന്ന് കൊടുക്കുമ്പോൾ നമുക്കൊരു വേറൊരു ഇഷ്യൂ വരുന്നുണ്ട്. ആ ടൈമിൽ ഗ്രേഡിൻ്റെ ഭാഗത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. S4 കൊടുക്കണം. അപ്പോൾ ഇതേപോലെ കൊടുത്താൽ ഈ S2ൽ നമ്മൾ ഫസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഫസ്റ്റ് കിട്ടിയ ഏതാണോ ആ സർട്ടിഫിക്കറ്റ് S2ന് കൊടുക്കുക. S4ൽ നമുക്ക് അവസാനം രണ്ടാമത്തെ കിട്ടിയ സർട്ടിഫിക്കറ്റ് ഏതാണോ അത് കൊടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെയാണ് എനിക്ക് ക്ലൗഡ് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് കിട്ടിയത് മറ്റേ പൈത്തൺ 8 വീക്കിൻ്റെതായതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. 12 വീക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കണ്ട് ക്ലൗഡ് കിട്ടി. അപ്പോൾ 2023 2024ൽ S4 എടുക്കുക. സ്ലോട്ട് വി എന്നുള്ള ആ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അത് കൊടുക്കുക. പിന്നെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ആണുള്ളത്. അത് കിട്ടാനായിട്ട് നമ്മുടെ ഒരു സ്വയത്തിൽ തന്നെ പോയിട്ട് ഇതാണിപ്പോൾ ക്ലൗഡ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അബൌട്ട് കോഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്താൽ നമ്മൾ ചെയ്ത സമ്മറീസ് കാണിക്കും. ഇവിടെ അതിൽ കംപ്ലീറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കും. അതിലുണ്ടാവും സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ടാവും, എൻഡ് ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ 2 ഡേറ്റുമാണ് അവിടെ കൊടുക്കേണ്ടത്. 24 ജൂലൈ 23 ആണ്. എൻഡ് ഡേറ്റ് 13 ഒക്ടോബർ. ഓക്കെ. അപ്പോൾ ഈ 2 കൊടുത്താൽ ഈ ഡ്യൂറേഷൻ ഇൻ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഇത് മുതൽ ഈ 2 ദിവസത്തിനിടയിൽ എത്ര ദിവസം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഹയസ്റ്റ് കലണ്ടർ നോക്കിയിട്ട് എണ്ണീറ്റ് വേണം കൊടുക്കാൻ. ഏകദേശം ഇപ്പോൾ ഞാനിത് മുമ്പ് തന്നെ എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 82 ദിവസമാണ് ഉണ്ടാവുക ടോട്ടൽ, ഈ 13-ാം തീയതി 24-ാം തീയതി കൂടിയിട്ട്. പക്ഷെ നമ്മൾ ഈ ഡ്യൂറേഷൻ എന്ന് കൊടുക്കുന്നത് ഇൻ ബിറ്റ്വീൻ ആ 2 ഡേയ്സിൻ്റെ ഉള്ളിലുള്ള ദിവസങ്ങൾ എത്രയെന്നാണ് കൊടുക്കുന്നത് അവിടെ. അപ്പോൾ 80 എന്ന് കൊടുക്കുക. 2 ദിവസം 13-ഉം 24-ഉം കൂട്ടാതെ എത്ര ഡേയ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊടുക്കണം. പിന്നെ ഡേറ്റ് ഓഫ് റിസൾട്ട് ആണ് കൊടുക്കാനുള്ളത്. അതെന്ന് പറയുന്നത് നമുക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ടാവും. ഈ എക്സാമിൻ്റെ ഈ റിസൾട്ടിൻ്റെ ടൈമിൽ ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവും. അത് ഇന്ത്യയിൽ വന്നിട്ടില്ല, പക്ഷേ ചിലവരുടെ അധികവും ആൾക്കാരിൽ ഒരാളുടെയും വരുന്നുണ്ടാവും. ഈ സെയിം കോഴ്സ് ഉള്ളവർ വേറെ ആരെങ്കിലും എടുത്ത് വന്നുകണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഇവിടെ ഡേറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ക്ലൗഡിൻ്റെ ഒക്കെ ഞാൻ കൊടുക്കണ ഏതാണോ അതാണ് ആ ഒരു റിസൾട്ട് വന്ന ഡേറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ സേവ് ചെയ്ത്. അപ്പോൾ നവംബർ 27-നാണ് വന്നിട്ടുള്ളത് റിസൾട്ട്. അപ്പോൾ ആ ഒരു ഡേറ്റ് തന്നെ ഇവിടെ കൊടുക്കുക. ആ ഇമെയിൽ എന്നാണ് വന്നിരുന്നത് ആ ഇമെയിൽ വന്ന ദിവസമാണ് ഇവിടെ കൊടുക്കേണ്ടത്. നവംബർ 27. ഓക്കെ. പിന്നെ സ്കോർ ടൈപ്പ് എന്നുള്ളത് ഗ്രേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്കോർ ഇവിടെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. ഗ്രേഡ് എന്നുള്ളത് കംപ്ലീറ്റ് മാത്രമേ ഉണ്ടാവുക. പിന്നെ സർട്ടിഫിക്കറ്റ് പറയണത് PDF ഫോർമാറ്റിനാവണം. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് PDF ഫോർമാറ്റ് തന്നെയാണ്, പക്ഷേ 1.5 MB ഉള്ളിലാവണം. ഞാൻ പൈത്തണിൽ ചെയ്തപ്പോൾ 1.5ൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കംപ്രസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് PDF കംപ്രസർ എന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സൈറ്റ് എടുത്താൽ മതി. ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ളത്. എന്നിട്ട് ഇതിൽ ആ ഒരു PDF ഇടുക. ജസ്റ്റ് കംപ്രസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് കൊടുത്താൽ എത്രയാണോ ഇപ്പോൾ 1.5 MB ഉള്ളിലാവണം എന്നുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു ക്ലൗഡിൻ്റെ ഫയല് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഇതിന് ഏകദേശം 1.4 ആണ് വരുന്നത്. ഇത് കുഴപ്പമില്ല. 1.5ൻ്റെ മുകൾക്കൊന്നും പോകാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഏതാണോ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. 1.5ൻ്റെ മുകൾക്ക് പോയാൽ ജസ്റ്റ് ഒരു എറർ മെസ്സേജ് കാണിക്കും, അല്ലാതെ സബ്മിറ്റ് ആവത്തില്ല. എന്നിട്ട് സേവ് കൊടുക്കുക. ഇതേപോലെ സേവ് സക്സസ്ഫുൾ എന്ന് കൊടുത്താൽ സേവ് ആയിക്കണമെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ എന്തെങ്കിലും റെഡ് കളറായി കണ്ടെങ്കിലും എഴുതി കാണിക്കും. സേവ്ഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ ഡ്യൂറേഷൻ്റെ ഇത് തെറ്റാന്ന് പറയും. 82 ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ
അത് പറയും. ഈ മിസ്മാച്ച് ഡ്യൂറേഷൻ ടൈം അങ്ങനെന്തെങ്കിലും കാണിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. പിന്നെ F3 കൊടുത്താലും ഒരു ഇഷ്യൂ ഉണ്ടാവും, കാരണം സ്ലോട്ട് അവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ പിന്നെ ഇതിൻ്റെ സൈസ് 1.5ൻ്റെ ഉള്ളിലല്ലാന്നുണ്ടെങ്കിലും അവർ എറർ അവിടെ കാണിക്കും. അപ്പോൾ സേവ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. കുറച്ച് ടൈമിൽ ലോഡിങ് ഉണ്ടാവും. ലോഡിങ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജാണ് കാണിക്കുക. സബ്മിറ്റഡ് ബൈ സ്റ്റുഡൻറ്റ് ഇവിടെ കാണിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ നോൺ ക്രിയേറ്റീവ് എന്നുള്ള ഇത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ ഒരു ലോഡിങ് വന്നിട്ട് ഇതാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുക. ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ 2 ഉണ്ടാവണം. എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ഒന്ന് ചെയ്തുകൊണ്ടാണ്. അത് സാറ് വെരിഫൈ ചെയ്താൽ ഇങ്ങനെ ജാബിർ സാറ് വെരിഫൈ ചെയ്താൽ റെക്കമെൻഡഡ് ബൈ സ്റ്റാഫ് അഡ്വൈസർ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ ചെയ്തതാണ്. ഇത് സബ്മിറ്റഡ് ബൈ സ്റ്റുഡൻറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് കാണിക്കുക. ഇതിന് ജാബിർ സാറ് നോക്കിയിട്ട് അവിടെ റെക്കമെൻഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതേമാതിരിയാവും. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോഡ് നമ്മളുടെ ഇതിലില്ല. നമ്മളുടെ മൂക്കോസിൻ്റെ സൈറ്റിലോ നമ്മളെ മറ്റേ ആ സിലബസിലെ എവിടെയും നോക്കിയിട്ടും കണ്ടിട്ടില്ല ഈ സാധനം, ഈ കോഡ്. അപ്പോൾ ഈ ഒരു പേര് എന്ന് പറയുന്നത് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങോ അല്ലെങ്കിൽ പൈത്തണോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഏതാണോ ലിസ്റ്റിൽ വരുന്നത് അതിനെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരുണ്ടാവും. ഇവിടെ ഒരു IIT എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ കണ്ടിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഇത് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം സെയിം ആണോ എന്നുള്ളത് ജസ്റ്റ് നോക്കുക. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന മാതിരി ജസ്റ്റ് ആ ഒരു പ്രൊഫസർ ഉണ്ടല്ലോ, അവരുടെ അതായത് ഈ ഒരു ഹോമിൻ്റെ ഇതിൽ തന്നെ ഉണ്ടാവും. നമ്മളെ കോഴ്സിൻ്റെ കംപ്ലീറ്റ് കോഴ്സിൻ്റെ ആ ഭാഗത്ത് തന്നെ അവരുടെ ആ ഒരു പേരിൻ്റെ നേരെ താഴെ തന്നെ അതിൻ്റെ ഇതുണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെയിം ഉണ്ടാവും. അപ്പോൾ അതാണ് നോക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കും IIT കാൺപൂർ എന്നുള്ള ആ ഒരു കാരംപൂരോ എന്തോ ആ ഒരു വീഡിയോയിൽ ഒന്നുകിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിരുന്നോ നോക്കിയാൽ മതി. ഫസ്റ്റ് ഉള്ളതിനെ എടുത്താൽ മതി, അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയ ഓപ്ഷൻ. പിന്നുള്ളത് ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഡേറ്റ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് റിസൾട്ട് പറഞ്ഞത് ഇമെയിൽ വന്നിട്ടുണ്ടാവും. റിസൾട്ട് വന്ന അന്നത്തെ ഇമെയിൽ വരിക. എനിക്ക് ആ ഒരു ഇമെയിൽ വന്നിട്ടില്ല. അപ്പോൾ എൻ്റേത് ഞാൻ വേറെ ആളുടെ അടുത്ത് നിന്ന് എൻ്റെ സെയിം കോഴ്സ് എടുത്ത ഒരാളുടെ അടുത്ത് ചോദിച്ചാലും മതി. അങ്ങനെ ആരോടും ചോദിച്ചാൽ മതി ഇമെയിൽ എപ്പോഴാണ് വന്നിട്ടുള്ളതെന്ന്. ആ ഡേറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ ഡ്യൂറേഷൻ എന്നുള്ളത് ആ ഒരു ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ അപ്പോൾ ദ കോഴ്സിൽ അതിൻ്റെ ഏകദേശം സമ്മറി ഫുള്ളായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഈ 2 ഇത് നോക്കിയാൽ മതി. അങ്ങനെ ഇത് എല്ലാവരും പെട്ടെന്ന് ചെയ്യണം എന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. ഈ 2 ഇതാണ് ആഡ് ചെയ്യാനുള്ളത്.